വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗ്, വേറെ ഒന്നുമല്ല. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാൻ നുറുക്കൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പി നമ്മുടെ ഷോർട്ടിൽ കണ്ടു, അപ്പം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോർത്തു. അപ്പം അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അരിപ്പൊടി 1 കപ്പ് എടുക്കണം, അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നുറുക്കാകുമോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമോ എന്നുള്ള കാര്യം വരുന്ന വഴിക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ അരിപ്പൊടി അപ്പം എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. അപ്പൊ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുഴുവനായി നമുക്കോട് കാണാം. അപ്പൊ നമുക്ക് അരിപ്പൊടി എടുത്ത് ബാക്കിയുള്ള അത്രയും കയറ്റി വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ അത് മുഴുവൻ നിരന്ന് പിന്നെ അതെടുക്കാൻ വേറെ സമയം വേണം. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പൊ ആ അരിപ്പൊടി നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതേ കപ്പിൽ വെച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം. കാണത്തില്ലാന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കട്ടെ. വ്ളോഗ് പോലെ ചെയ്യുമ്പോഴേ നമുക്ക് ക്യാമറയൊന്നും അങ്ങനെ വെച്ച് വലിയ പരിചയമില്ല. അതാണ് ഏറ്റവും വലിയ പാട്. നമ്മൾ ഈ കൂടുതൽ ബ്യൂട്ടി ടിപ്സ് അല്ല എപ്പോഴും ചെയ്യണതേ. അപ്പം അതിൻ്റെ ഇതും വ്ളോഗ് ചെയ്യുമ്പോഴും ക്യാമറ വെക്കണ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം അതാ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തു. വെള്ളം എടുത്ത് ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് അവരതിനകത്ത് ചേർത്തണം നെയ്യാണ് കേട്ടോ. അപ്പം എൻ്റെ നെയ്യില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് വിളിച്ച് വെച്ചപ്പോൾ അവൾ പറഞ്ഞു ഓയിൽ ചേർത്താൽ മതി. അയ്യോ, കോക്കനട്ട് ഓയിലല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അത് മാറിപ്പോയതിനെ. അപ്പോൾ അതാ നമുക്ക് 1 സ്പൂൺ കോക്കനട്ട് അല്ല സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സൺഫ്ലവർ ഓയിൽ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെ കൂടുതലും കോക്കനട്ട് ഓയിൽ ചേർക്കണം. അപ്പം അത് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ മുകളിലായിരിക്കും. ലേശം ഉപ്പ് ചേർത്താൽ മതിയാകും. നമുക്ക് ഈ വെള്ളത്തിന് അതുപോലെ തന്നെ നമുക്ക് ഈ അരിക്കും കൂടെ ഏകദേശം ഒരു 1/2 സ്പൂൺ ഉപ്പ്. അധികം ആവാണ്ടിരുന്നാൽ നമ്മുടെ ഭാഗ്യം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യ് ചേർക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വഴിയില്ല. എങ്കിൽ പോലും നമുക്കിതൊന്ന് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തീ കൊടുക്കാൻ സ്റ്റവ് കത്തിച്ചു, അത്ര ഉള്ളൂ. നമ്മൾ സാധാരണ വർത്തമാനം പറയുന്ന രീതിയിൽ തന്നെ ഇത് പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ എള്ള്, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർക്കണം കേട്ടോ. അത്രയും പിന്നെ നമ്മുടെ അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുകയുണ്ട്. അപ്പോൾ ആ വെള്ളം പതിയെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കായപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ജസ്റ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വർത്താനം മാത്രം. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്ന സമയത്ത് നമുക്ക് ആദ്യമേ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി ഇട്ടു. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ചേർത്തത് 1 സ്പൂൺ എള്ള്, പിന്നെ 1/4 സ്പൂൺ കായപ്പൊടി. ഇപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതാ ഇതുപോലെ പിടിക്കണം കേട്ടോ. ഈ പിടുത്താണ് ഏറ്റവും വലിയ പാട് കേട്ടോ. കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് കൈ ഒരു വിധത്തിലങ്ങ് വിട്ടിട്ടാണ് എങ്കിലും ഞാൻ ഒരു വിധത്തിൽ പിടിച്ചു കിട്ടോ. അത് അത്യാവശ്യം ചൂടോടുകൂടി തന്നെ അങ്ങ് പിടിച്ചു. അതുകൊണ്ടായിരിക്കാം നല്ല കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടി കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ ഇച്ചിരി തണുത്തിട്ടാണ് നമ്മളിങ്ങനെ പിടിക്കണമെങ്കിൽ അത്ര ആവില്ല. അപ്പോൾ 1 മിനിറ്റ് പിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കുക എന്നാട്ടോ ഉദ്ദേശിച്ചത്. 1 മിനിറ്റ് പിടിച്ചപ്പോഴത്തേക്കും നമ്മൾ എന്നാ പറയണേ കുഴച്ചപ്പോഴത്തേനും നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല ആ ഒരു പാകമായി കിട്ടി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ എന്താ പറയുക ഉണ്ടാക്കാനുള്ള അച്ചില്ലേ, അതായത് നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ സംഭവമാണ്. അതിൻ്റെ പേര് മറ്റേ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല. ആ സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിയിലത്തെ ആ സാധനം ഇങ്ങനെ വിട്ടു പോയിട്ട് ഞാനിങ്ങനെ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കിയപ്പം ഒരു വിധത്തിൽ അടിയിലത്തെ ആ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോഴേ മുകളിൽ നമ്മൾ ആ റൗണ്ടായിട്ട് ചുറ്റിച്ച് വരുന്ന സംഭവമില്ലേ, ആ സംഭവം സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നേ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അതൊക്കെ അങ്ങ് ശരിയാക്കി എടുത്തു എന്ന് പറയാം.
അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കണത് കേട്ടോ. അതായത് നമ്മുടെ മാവ് പാത്രത്തിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇവിടെ ചുറ്റിക്കാൻ നോക്കിയപ്പോൾ ആ സംഭവം സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. പിന്നെ ഞാൻ ഓർത്ത് ദൈവമേ പണി പാളിയോയെന്ന് ഓർത്തു. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിച്ചപ്പോൾ ആ സംഭവം വിട്ടു പോകുന്നു. കാരണം ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ സ്റ്റക്കായിട്ട് ആവി പോകണതാണ്. അപ്പോൾ അത് അടിയിലത്തെ സംഭവമൊക്കെ വിട്ടു പോകുന്നതാണ്. ഒക്കെ ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മാവൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് കിട്ടിട്ടോ. അതാണ് നമുക്ക് എന്നാ പറയണേ, ആ മാവ് കറക്റ്റായിരുന്നു പിടിച്ചതെന്ന് പറഞ്ഞാൽ കുഴച്ചതൊക്കെ. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് കറക്റ്റ് ഭാഗത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാണ് ഞാൻ ഇട്ട് കേട്ടോ. അതാണെങ്കിൽ റൗണ്ടായിട്ടൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ശ്രമിച്ചില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതാ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റോടെ വെച്ചിട്ട് 1-2 മിനിറ്റോടെ വെച്ചിട്ട് നമുക്കിങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിനി ഫുള്ള് ഇത് ചെയ്തെടുക്കാം. നമുക്ക് ഈ 1 കപ്പ് മൈദ കൊണ്ട് തന്നെ നമുക്ക് ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ളത് അത്രയും കിട്ടും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ നുറുക്കത റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഒരു 2 മിനിറ്റോടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അയ്യോ, എൻ്റെ കൊച്ചു നടത്തുന്നുണ്ട്. ഇവിടെ ഒരാളുകൾ നിപ്പുണ്ട്. എൻ്റെ അമ്മേ, ഇത് കണ്ടോ? ഇളയ അച്ചുകുട്ടന് ഉറങ്ങുവാണ്. ഉറങ്ങുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവന് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. ഭയങ്കര പുരോരിപ്പനാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പിന് പകരം വേറെ വല്ലതും ഒക്കെ എടുത്തിടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അവനെ ഉറക്കിയ സമയത്താണ് നമ്മൾ ഈ പരിപാടി ചെയ്തത്. അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ നുറുക്കിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നുറുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ അയമോദകമൊക്കെ പിടിച്ച് ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ ഈ കായപ്പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കുഴപ്പമില്ല. അപ്പം അത് മുഴുവനൊന്നും ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓരോന്നോരോന്ന് പറക്കിക്കൊണ്ടുപോയി അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ധ്യാനൂട്ടൻ. അപ്പോൾ ആ വീട് ഇങ്ങനെയാണ്, ഈ പരുവത്തിലാണ് നമ്മുടെ വീട് കിടക്കുക. കാരണം കുട്ടികൾ രണ്ടും കൂടി നന്നായിട്ട് തകർത്ത് വാരിയിടും. എത്രയൊക്കെ അടുക്കി വെച്ചാലും ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തകർത്തിട്ടേക്കണം. അപ്പോൾ ആ സമയത്ത് അച്ചുക്കുട്ടൻ എണീറ്റ് കുറേ നേരം ഒരു എന്താ പറയുക ഉറക്കച്ചടവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിദ്ധാന്തം കൊണ്ട് അവൻ തൊട്ടിയിൽ കിടന്ന് കാണിക്കണ മേടാണിത്. തൊട്ടിയിൽ നിന്ന് എന്ത് ചെയ്ത് എണീറ്റ് പോയില്ല, കാരണം കാറി കൂവിക്കൊണ്ട് കിടന്ന് കാണിക്കണതാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് അച്ഛൻ വന്നപ്പം എള്ളുണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ പങ്കെടുത്ത് പാത്രത്തിനകത്താക്കി അവൻ കിടക്കണ അടുത്ത് തലോണയുടെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് പുള്ളി കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ഉറങ്ങിയിരിക്കുമ്പോൾ ആ സംഭവം അവിടെ കണ്ടില്ലെങ്കിൽ അത് മതി ഇന്നത്തെ ദിവസത്തെ കാര്യം പുകിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചിട്ടാണ് എല്ലാം ഈ കോലാക്കിയിടും നമ്മുടെ അച്ചുക്കുട്ടൻ. അപ്പോൾ അച്ചുക്കുട്ടൻ എണീറ്റ വഴി അത് ഇരുന്ന് കഴിക്കുവാണ്. എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ അതവിടെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി. അന്നേരത്തേനാണ് അവൻ പതിയെ എണീറ്റ് വന്നത് കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഉറങ്ങി എണീറ്റ് എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഭയങ്കര സിദ്ധാന്തമായിരിക്കും. പിന്നെ അവനോട് എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം മതി വഴക്കുണ്ടാക്കാൻ. അപ്പോൾ അതാ നമ്മുടെ നുറുക്ക് റെഡി ആയിട്ടുണ്ട്. മുറുക്കാണോ ഇവിടേക്കൊക്കെ നുറുക്കെന്ന് പറയണേ. എൻ്റെ കൂട്ടുകാരി ഷിതയില്ലേ, ഞാൻ എപ്പോഴും പറയാറില്ലേ ഷിതാസ് കിച്ചൺ, അവൾ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു മുറുക്കെന്ന് അങ്ങോട്ട് പറയണമെന്ന്. എന്തായാലും മുറുക്കാണ് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ 2 പേരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഒരുത്തിൻ്റെ കൊമ്പ് വെച്ചാണ് കേട്ടോ തലയിൽ. ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ എൻ്റെ പിള്ളേർ കാണിക്കും. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അതാ അച്ചുക്കുട്ടൻ്റെ തലയിലും വെച്ച് കൊടുക്കുവാണ് ചേട്ടൻ പുള്ളി. അച്ചുക്കുട്ടൻ്റെ ചിരി കണ്ടാച്ചാൽ മതി. അപ്പോൾ അതാ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ നുറുക്ക്. അവന്മാരത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചത്. ഞാൻ പറഞ്ഞ കണക്ക് ടേസ്റ്റിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ സംഭവം കിട്ടി. നുറുക്ക് പോലെ തന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ നുറുക്കില്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് സംഭവം കിട്ടി. പക്ഷേ എന്താ പറയണേ, ടേസ്റ്റ് അത്ര ഒത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു പകുതിയോളം ഉണ്ടാക്കിയപ്പോൾ തന്നെ അച്ചുക്കുട്ടൻ എണീറ്റ് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളിനി ചായ ഒക്കെ കുടിച്ചിട്ട് തുണിയൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അപ്പോൾ മഴ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കില്ല. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഉൾപ്പെടുത്താം കേട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള
നുറുക്ക് നുറുക്ക് എന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നുറുക്കെന്നാണ് പറയണേ, ഞാനിവിടെ നുറുക്കെന്നാണ് പറയണേ. അപ്പം എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. എന്തായാലും നല്ല കിടില ഇതുണ്ടോ, ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ. അപ്പോൾ ഇത് തണുക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ. അപ്പം അന്നേരം കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടോ. നമ്മൾ ചൂടോടുകൂടി കഴിച്ചപ്പോൾ അത്രയും എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് അരിമോദകം ഇട്ടാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. വെള്ളം ഇത് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കുറവുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അത്ര മൊത്തമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടായിരിക്കും. എനിക്ക് നല്ല സംഭവം തിന്നിട്ട് കഴിച്ച് പഠിച്ചിട്ടേ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി സംഭവങ്ങൾ പലഹാരങ്ങൾ വാങ്ങിയില്ലേ, ചിലരൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. പക്ഷെ അത്ര അങ്ങ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, എന്നാ പറയണേ, ഈവനിങ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇനി നമ്മുടെ വീഡിയോ ഈ ഒരു ചാനലിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് കുറച്ച് നാളത്തേക്ക് ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ അവർക്ക് ഞാൻ കൂടുതൽ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിട്ട് മാറി ഇന്ന് വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്താം, അവർക്കൊരു സന്തോഷമാവും, നമുക്ക് എന്താ പറയുക ഒരു വീഡിയോ ആവും. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക്കാണ്. അവർ ഒരിടത്ത് മാറ്റി നിർത്തണം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് കുറച്ച് നാളത്തേക്ക് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഈവനിങ് വ്ലോഗും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ കുറച്ച് ഡയറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് വരും കേട്ടോ. ഡയറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ കീറ്റോ ഡയറ്റിൻ്റെയാണ്. അപ്പോൾ അത് കീറ്റോ ഡയറ്റിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്ത് കിട്ടിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ പറ്റുവാണെങ്കിൽ കുറച്ച് ഡിഷസും കൂടെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.